എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു ഫ്രണ്ട്സും കൂടെ റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ്. ആ സമയമാണ് അനാമികേനെ അനിയും കൂടെ കാണുന്നത്. ഒരു നിമിഷം നന്ദുവിനൊരു പതർച്ചയൊക്കെ ഉണ്ടായി. പക്ഷെ നന്ദു അതൊന്നും കാര്യമാക്കില്ല. നേരെ അനിയുടെ അടുത്തേക്ക് ഇല്ല. ഹായ് അനി എന്ന് പറയണം. ഇത് കണ്ടപ്പോഴത്തേനും അനാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അനാമ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുവാണ്. പെട്ടെന്ന് അനിയോട് പറഞ്ഞു, അതെ നിങ്ങളെ കണ്ടിട്ടല്ല കേട്ടോ ഇങ്ങോട്ട് വന്ന, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ടല്ല വന്നത്, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള ഈ റെസ്റ്റോറൻറ്റിലേക്ക് എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു ശരിയെന്ന് പറയണം. പക്ഷെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അനാമികയുടെ ഉള്ളില് എന്തിനാ ഇങ്ങോട്ട് വന്നേന്നുള്ള രീതിയായിരുന്നു ഉണ്ടായിരുന്നേ. ഈ സമയം എനിക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമം വന്നു. ഈ സമയം നന്ദുവിന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു, എന്താടാ അനി നിനക്ക് എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? സാധാരണഗതിയില് കെട്ടാൻ പോകുന്ന ആള് കൂടെ ഉള്ളപ്പോ നല്ല സന്തോഷത്തോടെ ഇരിക്കേണ്ട ആളല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഈ സമയം നന്ദു പറഞ്ഞു, എന്നാ ശരി നിങ്ങൾ കഴിക്കുക, ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോടൊപ്പം അപ്പുറത്തെ ടേബിളിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുകയാണ്. ഈ സമയം അനാമിക പറഞ്ഞു, സന്തോഷത്തോടു കൂടി ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലും കഴിക്കാൻ നിർത്തി ഇങ്ങോട്ട് വന്ന്. അപ്പൊ ആണ്ടെ അവൾ ഇങ്ങോട്ടും വന്നിരിക്കുന്നു. അനി പറഞ്ഞു, എന്താ അനിമ നീ ഇങ്ങനെയൊക്കെ പറയണേ? അത് അപ്രതീക്ഷിതമായിട്ടല്ലേ നന്ദു വന്നേ, പിന്നെ അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന്. പറഞ്ഞു കേട്ടല്ലോ. ഇത് കേട്ടപ്പോൾ അനാമി പറഞ്ഞു, ഞാനിപ്പോ ഒന്നും പറയാൻ പോകുന്നില്ലേന്ന് പറയാണ്. പിന്നീട് അനാമി പറഞ്ഞു, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം. ശരി ഇറങ്ങാന്ന് പറയണം. കാരണം അവര് വാങ്ങിച്ച ജ്യൂസ് പോലും ഫുള്ള് കുടിച്ചില്ല. അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നീട് നന്ദുവിന്റെ ഇതിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്ന് പറയണ ഇനി. അയ്യോ ഞങ്ങൾ വന്നോണ്ടാണോ പെട്ടെന്ന് പോന്നേ? അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയണ നന്ദു അനാമിയോട്. അനാമിക വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ദേ അനി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ, ഇപ്പോഴും അതെ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതിന്റെ പേരിൽ ഇനി നിങ്ങൾ തമ്മിലൊരു പ്രശ്നമൊന്നും ഉണ്ടാകണ്ട കേട്ടോ. ഞാനിപ്പം അനിയോട് കൂടുതൽ സംസാരിക്കാത്ത പോലും അതുകൊണ്ടാണ്. അനാമിക ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാന്ന് പറയണം. എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അനാമിക അങ്ങോട്ട് പോവാണ്. ഈ സമയം നന്ദുവിന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എന്താടി നീ ഇങ്ങനെയൊക്കെ? നിനക്ക് അനിയെ ഭയങ്കര കാര്യല്ലേ? എനിക്കറിയാം നിന്റെ മനസ്സ് വേദനിക്കുന്നത് ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ്. അവൻ പോയപ്പോ കണ്ടില്ലേ നിന്റെ മുഖം വാടിയത് കണ്ടോന്ന് പറയണം. പിന്നെ മിണ്ടാതിരുന്ന് കഴിച്ചോണം കേട്ടോ, വെറുതെ ഓരോന്ന് പറഞ്ഞു കൂട്ടരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ചീത്ത പറയണം. പക്ഷെ അവർക്കറിയാം, ഫ്രണ്ട്സിനറിയാം എത്രയൊക്കെന്ന് പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സിന്റെ വിങ്ങല് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നന്ദു പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം തമാശകളൊക്കെ പറഞ്ഞ് അവരോടൊപ്പം കൂടുവാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് വല്ലാത്ത സംശയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അനിയെ കാണാൻ വേണ്ടിയിട്ടും തമാശകളൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ജലജ ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക. കനയ്ക്കിട്ടൊരു പണി കൊടുക്കണം. അല്ല അവളെന്താ തന്റെ മുറി കയറി കിടക്കുന്നേ? ഇവിടെ വേറെ സ്റ്റോർ റൂമായിട്ട് മുറിയുണ്ടല്ലോ, അവിടെ പോയി കിടന്നുകൂടെ? തന്നെ ശല്യപ്പെടുത്താനായിട്ട് മോളെ നോക്കാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നിൽക്കുക. എന്തേലും ഒരു പണി കൊടുക്കണം. അവള് മുറി കയറില്ല, എന്താ ചെയ്യണേ? അങ്ങനെ ആലോചിച്ച് പുറത്തു ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോയി കീ എടുത്തോണ്ടെന്ന് മുറി അങ്ങോട്ട് പൂട്ടുകയാണ്. ഇനി അവൾ അങ്ങനെ അകത്ത് കയറുന്നത് കാണണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ അങ്ങ് ചെന്ന് കഴിയുമ്പത്തേനും അബി ഇങ്ങോട്ട് വരുന്നത്, എന്താ അമ്മേ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? സന്തോഷത്തിലാടാ മോനെ, എന്ത് പറ്റി? അതെ കനയ്ക്ക് നല്ലൊരു പണി കൊടുത്തിട്ട് ഞാൻ വരാമെന്നറിയാം. പണി കൊടുത്തിട്ടാ? എന്ത് പണി? അതെ അവളെ കൊണ്ട് ഭയങ്കര ശല്യടാ മോനെ. അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എപ്പോ വന്നാലും അതെ എന്റെ മുറിയിൽ അവള് കിടക്കുന്നേ. എന്റെ പൊന്നെ, ഒരു സമാധാനം ഇല്ല എനിക്ക്. എങ്ങനെ അവരെ ആ മുറിയിൽ നിന്ന് ഒഴിവാക്കാന്ന് വിചാരിച്ച് ഞാനിരിക്കാം. അപ്പോഴെനിക്കൊരു ഐഡിയ കിട്ടിയത്. അതെ മുറി പൂട്ടിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി അവൾ എങ്ങനെ അകത്ത് വന്ന് കയറുന്നു അറിയാന്ന് പറയാം. ഇത് കേട്ടതും അഭി പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലേ മിക്കവാറും അമ്മ പുറത്തും ആ കനക അകത്തുമായിരിക്കും എന്ന് പറയാം. ആന്തട മണി അങ്ങനെ പറഞ്ഞേ, കാരണം അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറഞ്ഞത്. അങ്ങനെ വരില്ലെന്ന് പറയണം. ഈ സമയം ജലജ ആലോചിച്ചു, അങ്ങനെ വരുവോ? അങ്ങനെ വരാൻ വഴിയില്ല. അവൾ എങ്ങനെ അകത്ത് കയറാനാ? മുറി താൻ പൂട്ടിയിരിക്കുമല്ലേ? ഈ സമയം കനക വന്ന് ഡോറ് തുറക്കാൻ നോക്കുക. ഡോറ് തുറക്കുന്നില്ല. ഇതെന്ത് പറ്റി? 2-3 പ്രാവശ്യം മുട്ടി. അകത്ത് ആരുമുള്ള ലക്ഷണം കാണുന്നില്ല. അപ്പം മുറി പുറത്തുനിന്ന് പൂട്ടിയേക്കുക. ഇതങ്ങനെ വെറുതെ വെട്ടിയിട്ട് കാര്യമില്ല, ഒരു പണി തന്നെ കൊടുക്കണമല്ലോ. എന്ത് ചെയ്യാണ്? കനക പതുക്കെ തലേന്നൊരു സ്ലൈഡും കൂരി അത് വെച്ച് അങ്ങോട്ട് നമുക്ക് തുറക്കുവാണ്. മുറിയും കൂടെ തുറക്കുവാണ്. തന്റെ അടുത്ത ജലജയുടെ കളി ഇതല്ല, ഇതിനപ്പുറത്ത് അടവും പഠിച്ചിട്ടാ കനക ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെയാണോ? അങ്ങനെ അകത്ത് കയറിട്ട് കഥ ലോക്ക് ചെയ്തിട്ട് ഒരു പണി അവൾക്കിട്ട് തിരിച്ചു കൊടുക്കണമല്ലോ. അവള് വന്നു കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും തന്നെ അകത്തിട്ട് പൂട്ടാനായിട്ട് ശ്രമിച്ചവളല്ലേ, അങ്ങനെ അവളെ വെറുതെ വിട്ടുകൂടാ. അങ്ങനെ ആലോചിച്ചു. പിന്നീട് കാണിക്കുന്ന ജലജ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുമ്പോൾ ഡോറ് തുറക്കും. പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു. ഇതെന്ത് പറ്റി? ഇത് ആരോ തുറന്നിട്ടുണ്ടല്ലോ.
എന്ന് വിചാരിച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. തൻ്റെ നൈറ്റിയൊക്കെ എടുത്തിട്ട് വില കൂടി നൈറ്റിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കനയിരിക്കുക. കനകേനെ കണ്ടത് പെട്ടെന്ന് ചോദിച്ചു, നീ എങ്ങനെ അകത്ത് കയറിയെന്ന് ചോദിക്കുക. പിന്നെ ഇതിലപ്പുറത്തെ വല്ല പൂട്ടും പൊളിക്കാനായി ഈ കനകയ്ക്കറിയാം, പിന്നെ എന്നോട് അതിന്റെ കളി എന്ന് പറയാം. നിനക്ക് നാണം ഉണ്ടോടി എന്ന് ചോദിക്കോടാ. നീ എന്തിനാ എന്റെ നൈറ്റി എടുത്തിട്ടെ? അതെ, അയ്യോ അത് ജലജയുടെ നൈറ്റി ആയിരുന്നില്ലേ? ഓ, ഞാൻ അത്രയ്ക്കാണ് കരുതിയില്ലെന്ന് പറയും. പിന്നെ എന്റെ മുറിയിലിരിക്കുന്ന എന്റെ നൈറ്റി അല്ലാതെ പിന്നെ നിന്റെ നൈറ്റി ആവുമെന്ന് ചോദിക്കാം. ഓ, ഒരു നൈറ്റി അല്ലേ, അതിപ്പോ എടുത്തിട്ടെന്ന് ഓർത്ത് എന്താ കുഴപ്പമിരിക്കുന്നത്? എന്ത് ഭംഗിയല്ലേ ഈ നൈറ്റി ഇട്ട് എന്നെ കാണാനായിട്ട്. ഇനി നിനക്ക് നാണമുണ്ടോ? നിനക്ക് ഭ്രാന്താണോന്ന് ചോദിക്കും. അതെ, എനിക്ക് ഭ്രാന്തൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ മുറിയിൽ ഇനി നിൽക്കണ്ട കേട്ടോ, വേറെ മുറി അന്വേഷിച്ച് പോക്കോ. ഈ മുറിയിൽ നിന്നിട്ടുണ്ടെങ്കിലേ എന്റെ ഭ്രാന്ത് നിനക്കൂടെ എന്നെ കുറച്ച് പിടിക്കൂന്ന് പറയാം. ഓ, ഇവളെ കൊണ്ട് ഒരു സ്വൈരമില്ല എന്റെ ഭഗവാനെ, എന്റെ ദൈവമേ. അനേകം മനുഷ്യരെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇതുപോലെ നാണം കിട്ടുന്ന ഒരുത്തരും കണ്ടിട്ടില്ല. എന്നിട്ട് നീ എന്തിനടി എന്റെ നൈറ്റി ഇട്ട? അതും 10,000-3,000 വിലയുള്ള നൈറ്റി അല്ലേന്ന് ചോദിക്കുക. ആണോ? 3,000 വിലയുണ്ട് ഈ നൈറ്റിക്കില്ലേ? അയ്യോ, എന്ത് ചെയ്യാനാന്ന് പറ. ഇത്ര വിലയുള്ള നൈറ്റി അതെനിക്ക് അറിയില്ലായിരുന്നു. എന്താണല്ലോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ഞാനിതങ്ങോട്ട് എടുക്കുവാന്ന് പറയാം. ജലജ പറഞ്ഞു, എടുത്തോ, നീ ഇട്ട സാധനങ്ങളൊന്നും എനിക്ക് വേണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ കന കുറഞ്ഞു. ആ, എന്നാ കൊള്ളാലോ. അലമാരിക്കകത്ത് കുറെ നല്ല നല്ല സാരികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് തുടുക്കാന്ന് പറയാം. ഇതേ ഇറങ്ങിപ്പോക്കോ എന്നെ മുറിയുന്ന എന്റെ സമനില തെറ്റിക്കാനായിട്ട്. ഇത് കേട്ടതും കനക എന്ത് ചെയ്യണം, ആ ബെഡിലേക്ക് കയറിയിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം. ശരിക്കും പറഞ്ഞാൽ ജലജയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഡാൻസ് കളിയായിരുന്നു. ജലജയ്ക്കാണെങ്കിൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നത്. ഭ്രാന്ത് പിടിച്ച പോലെ ജലജ മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദു വീട്ടിലേക്ക് വരുവാണ്. നന്ദു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഗോവിന്ദൻ നോക്കിയപ്പോഴത്തേനും നന്ദിന് മുഖം വല്ലാതിരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടിയില്ല. അങ്ങോട്ട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണ്. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം വീണ്ടും വന്ന് നോക്കിയപ്പോൾ നന്ദു ഇങ്ങനെ ഒരു ടെസ്റ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. കോന്നും വന്നിച്ച്, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല അച്ഛന്ന് പറയണം. അതെ, നിനക്കറിയാലോ, മുമ്പൊക്കെ ആണെങ്കിൽ നീ ഇങ്ങനെ പുറത്തു പോയിരിക്കാൻ വേണ്ടി ഞാനും നിന്റെ അമ്മയും കൂടെ നിന്നെ പൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നീ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി കാണാനാ എന്റെ ആഗ്രഹം. കാരണം ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് ചുറ്റിയടിച്ച് അവരുമായിട്ട് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ മനസ്സിന്റെ വേദന പകുതി കുറയൂന്ന് പറയാം. അല്ല അച്ഛാ, ഞാൻ പറഞ്ഞോളൂ മോളെ. അത് മാത്രമല്ല, ആദർശമോൻ വന്ന് പറഞ്ഞിട്ട് പോയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, കല്യാണത്തിന് 2-3 ദിവസം മുമ്പെങ്കിലും ചെല്ലണമെന്ന്. അത് നിനക്ക് പറ്റുമോ നന്ദു? നിന്റെ മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് തോന്നേ. നിന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ഈ സമയം നന്ദു പറഞ്ഞു, അച്ഛാ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയണം. അതെന്താ മോളെ അങ്ങനെ? തലേദിവസമെങ്കിലും നമ്മൾ ചെല്ലണ്ടേ? ചെന്നില്ലെങ്കിൽ അത് മോശമല്ലേ? ആദർശമോൻ പറഞ്ഞ കാര്യം എന്താ? മോള് ചെന്ന് വേണം, മോളും മോളുടെ ഫ്രണ്ട്സും കൂടെ ചെന്ന് വേണം നന്ദൂര് ഒരുക്കി ഇറക്കാനെന്നല്ലേ പറഞ്ഞേ? അല്ല അത് പിന്നെ അതെ, നമുക്ക് കല്യാണത്തിന്റെ അന്ന് പോയാൽ പോരെ അച്ഛാന്ന് ചോദിക്കാം. ഇതാ പറഞ്ഞേ, നിനക്കൊരു മാറ്റം ഉണ്ടായിട്ടിരുന്ന നിന്റെ മനസ്സിൽ ഇപ്പോഴും നല്ല വിഷമമുണ്ടെന്ന്. ഇനി എന്നാ നന്ദു നീ ഒന്ന് മാറുന്നേ? അച്ഛാ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കാത്തോണ്ടല്ലേ. അത് കുഴപ്പമില്ല, അപ്പൊ അതൊക്കെ മനസ്സ് മാറി വന്നോളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ കോവെന്ന് പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. പക്ഷെ നീ ഒരു കാര്യം വിചാരിക്കണം, നിന്റെ 2 ചേച്ചിമാരവിടെയുണ്ട്, അവരുടെ ജീവിതം കൂടെ നീ കാണണം. ഒരു കാരണവശാലും നിനക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ കയറി ചെന്നാലോ സ്വസ്ഥമായ ഒരു ജീവിതം പോലും ഉണ്ടാകത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കറിയാച്ചാ, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അച്ഛനെ അമ്മേനെ ധിക്കരിച്ച് ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ പോകുന്നില്ല. പിന്നെ എന്റെ മനസ്സിന്റെ വിഷമം അത് മായ്ക്കാനായിട്ട് കുറച്ച് സമയം എനിക്ക് വേണം. പെട്ടെന്ന് ആ വിഷമം അങ്ങനെ പോകുമെന്ന് തോന്നില്ലെന്ന് പറയാം. എത്ര സമയം വേണേലും എടുത്തോ, പക്ഷെ കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് തന്നെ അങ്ങോട്ട് എത്തണം. ഒരു കാരണവശാലും ആ വീട്ടുകാർക്കോ എനിക്കോ ആർക്കോ ഒരു സംശയം തോന്നില്ലെന്ന് പറയാം. നന്ദു പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ ട്രൈ ചെയ്യാം അച്ഛാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാ. ഗോവിന്ദന് വല്ലാത്ത വിഷമമൊക്കെ വന്നു. പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ കൈ പിടിച്ചിരിക്കുകയാണ്. പിന്നീട് ആ തുറന്നു നോക്കി, അതിനകത്ത് 2 നല്ല പാദസരം. അപ്പം നയനയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് നയന അങ്ങോട്ട് കയറി വരുന്നത്. പെട്ടെന്ന് ആ ബോക്സ് അങ്ങ് അടച്ച് ആദർശ് ഇങ്ങനെ ഇരിക്കുക. എന്താ ആദർശയുടെ കയ്യിലൊരു ജ്വല്ലറി ബോക്സ് ഒക്കെ? അയ്യോ അതോ, ഇത് നിനക്കൊള്ളാന്ന് പറയണേ. എനിക്കുള്ളോ? അതെ നിനക്കൊള്ള എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ നയനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും 2 പാദസരം. ഇതെനിക്കുള്ളതാണെന്ന് നിൽക്കും. അല്ല പിന്നെ നിനക്കൊള്ള, അല്ലെങ്കിൽ പിന്നെ ഞാൻ തരേണ്ട ആവശ്യമുണ്ടോ? അല്ല ആദർശേണ്ണ അറിയാലോ, എനിക്ക് ഈ സ്വർണത്തോട് മുഖം വലിയ കമ്പമൊന്നും ഇല്ലാന്ന്, അതുകൊണ്ട് ഇന്ന കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാം. ആദർശം ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ബെഡിലേക്ക് പിടിച്ചിരുത്തുക. എന്നിട്ട് ഞാൻ കാര്യം കൂടെ കയറ്റി വെക്ക്, ഞാനത് അണിയിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് നയനയോട് പറയണം. നയനെ കാലം എടുത്ത് വെച്ചപ്പോൾ നയനയുടെ കാലിലേക്ക് ആ കൊലുസങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അതെ, ഞങ്ങളുടെ ജ്വല്ലറിയിലാണെങ്കിലേ കുറെ ഇതുണ്ട്, പക്ഷേ എങ്കില് പറഞ്ഞിട്ട് കാര്യമില്ല.
ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അവർക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. അത് മിക്കവാറും പൈസയൊക്കെ ആയിട്ടായിരിക്കും കൊടുക്കാറുള്ളത്. നമുക്ക് ജ്വല്ലറി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വന്ന് അത് മെച്ചപ്പെട്ട് കഴിയുമ്പോഴത്തേനും അതിന്റെ ഗുണം ജ്വല്ലറിയിലുള്ള എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ നിന്നെ സംബന്ധിച്ചോളം നീ കോടികളുടെ ബിസിനസ്സിന് നേട്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ. പക്ഷേങ്കിൽ നീ ഒന്നും ഇതിന് പ്രതിഫലമായിട്ടൊന്നും വാങ്ങില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ നിനക്ക് തരുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു ആദർശേട്ടാ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പ്രതിഫലം ഒന്നും ആഗ്രഹിച്ചല്ല ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണേന്ന് പറയാം. അതെനിക്കറിയാം, അങ്ങനെയല്ലാന്നറിയാം. പക്ഷെ എനിക്കൊരു സന്തോഷം വേണ്ടേ, അതുകൊണ്ടാന്ന് പറയണേ. ഇനി ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കാന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഒരു കാരണവശാലും അമ്മ അറിയാൻ പാടില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ? അമ്മയോട് പറയണ്ട, അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, നമ്മുടെ സ്വസ്ഥതയോടെയുള്ള കുടുംബജീവിതത്തിൽ അതൊരു കരടായിട്ട് മാറുമെന്ന് പറയാം. ഓ, എന്തിനാ ആദർശമായിട്ട് അങ്ങനെ കള്ളമൊക്കെ പറയുന്നേ? അതെ, നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയണമെന്ന് പറയാം. ഓഹോ, അപ്പൊ ഒരു നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ആദർശാണ് ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാം. ആദർശിന്റെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നേ. പെട്ടെന്ന് ആദർശം പറഞ്ഞു, അതെ, എന്നെക്കാളും കൂടുതലായിട്ട് അത് നീ ആഗ്രഹിക്കുന്നില്ലേന്ന് ചോദിക്കും. അപ്പം നയന പറഞ്ഞു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. പിന്നീട് നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശം കൂടെ ഇറങ്ങിപ്പോവാ. ഈ സമയം നയന മനസ്സ് വിചാരിച്ചു, പണ്ടത്തെ പോലെയല്ല, ആദർശാണ് ഇപ്പൊ തന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, തന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം മാത്രം മതി. നയനക്ക് സന്തോഷം കൊണ്ട് ആ സമയം കണ്ണു നിറഞ്ഞു വരികയാണ്. പിന്നീട് കാണിക്കുന്ന നവ്യ മുറിയിലേക്ക് കയറി വരുമ്പോഴാണ് അബിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പർ. ഫോൺ എടുത്ത് ഹലോ പറയാണ്. അങ്ങേ തലയ്ക്ക് മിഥുനായിരുന്നു. മിഥുനും പെട്ടെന്ന് മനസ്സിലായി, ദൈവമേ, താനെങ്ങാനും വന്ന് അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു. എന്തായാലും കള്ളത്തരം പറഞ്ഞേ പറ്റുള്ളൂ. മിഥുൻ പെട്ടെന്ന് സൗണ്ട് മാറ്റുവാണ്. ഒരു സ്ത്രീകളുടെ സൗണ്ട് എടുത്തിട്ടു. അല്ല, ആരാ വിളിക്കണേന്ന് ചോദിക്കുക നവ്യ. അല്ല, ഞാൻ പിന്നെ അത് അബിയുടെ ഫ്രണ്ടാന്ന് പറയണ. അബിയുടെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? രേഖ. രേഖ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ ഇന്നുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതെ, ഞങ്ങൾ ക്ലാസ്സിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ അബി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേന്ന് നിൽക്കും. ഇല്ല എന്ന് പറയണം. നവ്യക്ക് ഡൗട്ടായി. ആ സമയത്താണ് അബി അങ്ങോട്ട് കയറി വരുന്നത്. ആരാ വിളിച്ചേ? ഏതോ ഒരു പെണ്ണ് രേഖയെന്ന് പറഞ്ഞു. രേഖയോ? ഏത് രേഖ? ഓഹോ, അപ്പൊ അബിക്ക് അറിയത്തില്ലല്ലേ രേഖ ഏതാന്ന്? അയ്യോ, അല്ല, അത് പിന്നെ ഞാൻ അബി അവിടെ നിന്ന് ഉരുണ്ട് കളിക്കും. ആ, എനിക്കറിയാം, രേഖ എന്റെ ഫ്രണ്ടാന്ന് പറയാം. എന്നാ ഹലോ പറയാണ്. അങ്ങനെ ഹലോ പറയാണ്. മിഥുനാന്ന് മനസ്സിലായി. ദൈവമേ, ഇവൻ എന്തിനാ പോലും ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചേ? പെട്ടെന്ന് നവ്യ പറഞ്ഞു, എന്തോ കള്ളത്തരം ഉണ്ടെന്ന് തോന്നേ. ഞാൻ ഇത് ഒരു കാര്യം ചെയ്യാം, ഈ പെണ്ണുങ്ങളൊക്കെ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കുന്നേ? അല്ല, അത് പിന്നെ ഞാൻ എന്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ടോ? ഓ, ക്ലാസ്മേറ്റ്. എന്നെ ആ മിഥുൻ എന്ന് പറഞ്ഞ ഫ്രോഡ് വിളിച്ചോണ്ടിരുന്നപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് ഇപ്പം പെണ്ണുങ്ങൾക്കൊക്കെ വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുക. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. അതെ, ഞാൻ ദേഷ്യപ്പെടുന്നൊന്നുമല്ല, പറയാനുള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുത്തശ്ശനോട് ഇതിനെക്കുറിച്ച് പറയാന്ന് പറയാം. ഇത് കേട്ടതോ അഭിരുചിയെ, വേണ്ട വേണ്ട, നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയാൻ പോതേ? അല്ല, ഞാനങ്ങ് പറഞ്ഞോളെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് അഭി പറഞ്ഞു, കേട്ടല്ലോ അവള് പറഞ്ഞൊക്കെ, എന്താ നിനക്ക് നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. മിഥുൻ പറഞ്ഞു, അതെ, നീ എന്നെ പാടെ അങ്ങോട്ട് മറന്നുപോയെന്ന് ചോദിക്കും. എന്താണ് നീ പറഞ്ഞേ? അല്ല, ഞാൻ നിന്നോട് പൈസ ആവശ്യപ്പെട്ടായിരുന്നു, 10 ലക്ഷം രൂപ. ഇതുമായിട്ട് എനിക്കത് കിട്ടിയില്ലെന്ന് പറയാം. എടാ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നേ? 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ അഭി, നിനക്കത് വലിയ കൂടുതലൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ കൊടുതുകടിയും കൊണ്ടായി മുറിക്കകത്ത് കിടക്കുന്നത്. അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാ ഞാൻ. പക്ഷേങ്കിൽ നീ ഒറ്റയൊരുത്തം കാരണം ഈ അവസ്ഥ എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൈസ തരണമെന്ന് പറയാം. ഇല്ലെങ്കിൽ അറിയാലോ, നിന്നെ സഹായിച്ചതിന്റെ പേരിൽ എനിക്കിപ്പോ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാം. അവസാനം അഭി പറഞ്ഞു, ശരി ശരി, ഞാൻ എങ്ങനെയും ഉണ്ടാക്കി തരാം, നീ വെക്കാൻ പറയാണ്. പിന്നീട് അഭി ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യണ്ടേ? 10 ലക്ഷം രൂപ അവന് കൊടുക്കാനായിട്ട് എന്താ ഒരു മാർഗം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.